കലോത്സവ വേദിയിൽ മറ്റൊരു കലാപ്രതിഭയെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഏകദേശം 514 കുട്ടികൾക്കാണ് നാസർ മെഴ്സേരി സർ പാട്ട് എഴുതിയിരിക്കുന്നത്. മാപ്പിള കലകളിലാണ് കൂടുതൽ സാർ ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് സാറിനോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാം. മാപ്പിളപ്പാട്ട്, ഒപ്പന, വട്ടപ്പാട്ട്, അറബനമുട്ട്, കോൽക്കളി ഇതിലാണ് 514 കുട്ടികൾ ഈ വർഷം പാടുന്നത്. മുൻപത് 343 കുട്ടികളായിരുന്നു. അന്ന് ഞാൻ തന്നെ റെക്കോർഡ് ഇട്ടത്. ഇപ്പോൾ സർവ്വകാല റെക്കോർഡായി. ഇനി 80 കുട്ടികൾ അപ്പീലുമായിട്ട് കോടതിയിലുണ്ട്. കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും വലിയ സന്തോഷം. ആദ്യമൊക്കെ ഒരു പാട്ട് കയറി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. ഒരു പാട്ട് പോലും സ്റ്റേറ്റിലെത്താത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു പാട്ട് ഇൻ്റർസോണിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ്റർസോണിന് ഫസ്റ്റ് അടിച്ചതോടുകൂടിയാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അധ്യാപന ജീവിതത്തിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തു. പാട്ടെഴുത്തും ഇങ്ങനെ ഈ പ്രോഗ്രാമും അതുപോലെ സംസ്ഥാന സ്കൂളോത്സവം 2010 മുതൽ പല വർഷങ്ങളിൽ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. പാട്ട് തുടങ്ങി 25 വർഷത്തോളമായി, 4 നൂറ്റാണ്ടായി. 25 വർഷമായി. 33 വർഷം അധ്യാപകനായിരുന്നു, അറബി അധ്യാപകനായിരുന്നു. പാട്ട് 100 കണക്കിന് പാട്ടുകളുണ്ട്. എനിക്കറിയില്ല കൃത്യമായിട്ട്, കാരണം പുസ്തകത്തിൽ എഴുതി വെക്കാൻ സമയം കിട്ടാറില്ല. മൊബൈലിൽ എഴുതി വിടാറാണ് ഇപ്പോൾ പതിവ്. വളരെ ഫാസ്റ്റായിട്ട് പേന കൊണ്ട് എഴുതുമ്പോൾ അത്രയും സ്പീഡിൽ എഴുതാൻ കഴിയും. അങ്ങനെ ഇവർ പറയുന്ന ചരിത്രങ്ങളാണ് പ്രവാചകന്മാരുടെ. അതുപോലെ പ്രവാചകന്മാരുടെ സ്വഹാബത്ത് എന്ന് പറയും, അരികുള്ള ആളുകളെ അവരൊക്കെ ചരിത്രമാണ് ഉൾപ്പെടുത്തുന്നത്. പഴയകാല പ്രവാചകന്മാരെ ഒപ്പന പാട്ടുകളിൽ, വട്ടപ്പാട്ടിലും തന്നെയാണ് അധികം എഴുതാറ്. അതിൽ ചരിത്രം ഉണ്ടാവും. പിന്നെ അവരുടെ വർണ്ണനകളും സ്വർഗീയ ജീവിതമൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ കൂടെ തുടർന്നും ഉണ്ടാവും. കാരണം കുതിക്കല്ലേ, മുൻപോട്ടല്ലേ, പിന്നോട്ടല്ലല്ലോ. ഈ വർഷം ഞാൻ കുറേ വിചാരിച്ചാണ്, പക്ഷേ ഇതിങ്ങനെയൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഇപ്രാവശ്യം വട്ടപ്പാട്ട് കൂടുതൽ കയറി വന്നു. അതാണ് വലിയ ഭാഗ്യം ഉണ്ടായത്. അപ്പോൾ റെക്കോർഡ് തന്നെയാണ് സാറ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. മുന്നോട്ടും ഇനി മാപ്പിള കലകൾക്ക് കൂടുതൽ പാട്ടുകൾ എഴുതാനും കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ പാട്ടുകൾ എഴുതാൻ സാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.